ആരാണ് അംബേദ്കർ? അതെ, മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ അംബാവാടി ഗ്രാമത്തിൽ രാംജി മലോജി സ്കാപ്പാൽ അംബേദ്കറുടെയും ഭീമാഭായിയുടെയും മകനായി 1891 ഏപ്രിൽ 14 ജനിച്ചു. അച്ഛനമ്മമാരുടെ 14ാമത്തെ പുത്രനായിരുന്നു അംബേദ്കർ. വലിയ ഈശ്വരഭക്തയായിരുന്നു അംബേദ്കറുടെ അമ്മ. അച്ഛൻ പട്ടാള ഉദ്യോഗസ്ഥനും. അംബേദ്കർക്ക് 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു. മധ്യേന്ത്യയിലെ ഡപ്പോളി എന്ന സ്ഥലത്താണ് പിന്നീട് അവർ താമസിച്ചത്. ഇവിടെയാണ് അംബേദ്കർ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് അച്ഛന് സത്താറയിലെ മിലിറ്ററി കേന്ദ്രത്തിൽ ജോലി ലഭിച്ചപ്പോൾ കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. അംബേദ്കർക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അമ്മയുടെ മരണശേഷം ഒരു അമ്മായിയാണ് അവരെ വളർത്തിയത്. ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു ആ കാലം. 14 കുട്ടികളിൽ അംബേദ്കറും 2 സഹോദരന്മാരും 2 സഹോദരിമാരും മാത്രം അവശേഷിച്ചു. സഹോദരന്മാരിൽ വിദ്യാഭ്യാസത്തിൽ തിളങ്ങാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. താഴ്ന്ന ജാതിക്കാരനായതിനാൽ വലിയ അവഗണനയാണ് എവിടെയും അംബേദ്കറിന് നേരിടേണ്ടി വന്നത്. അച്ഛൻ്റെ 2ാം വിവാഹത്തിനു ശേഷം അവർ കുടുംബസമേതം മുംബൈയിലേക്ക് താമസം മാറുകയുണ്ടായി. മറാഠി ഹൈസ്കൂളിലായിരുന്നു പിന്നീട് അംബേദ്കറുടെ പഠനം. വലിയ വായനാശീലക്കാരനായിരുന്നു അംബേദ്കർ. അംബേദ്കറുടെ അച്ഛൻ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മകന് പുസ്തകങ്ങൾ വാങ്ങാനായി തന്നെ മാറ്റിവെച്ചു. ഒരു ദളിതനായത് കാരണം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് അംബേദ്കർ ക്ലാസ് മുറിയുടെ ഒരു മൂലയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചാക്കു വിരിച്ചായിരുന്നു ഇരുന്നിരുന്നത്. ഈ ചാക്ക് മറ്റാരും തന്നെ സ്പർശിക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റു കുട്ടികൾ പൈപ്പ് തുറന്ന് അതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അദ്ദേഹത്തിനു പൈപ്പിൽ തൊടാൻ പോലും അനുവാദം നൽകിയിരുന്നില്ല. മറാഠി സ്കൂളിൽ നിന്ന് അംബേദ്കർ പിന്നീട് സർക്കാർ സ്കൂളിൽ ചേർന്നു. സർക്കാർ വിദ്യാലയമായിരുന്നിട്ടും ഉയർന്ന ജാതിക്കാരുടെ ഉപദ്രവങ്ങൾ അവിടെയും തുടർന്നു. അംബേദ്കർക്ക് സംസ്കൃത ഭാഷാ പഠനത്തിൽ താൽപ്പര്യമുണ്ടായി. അക്കാലത്ത് താഴ്ന്ന ജാതിക്കാർക്ക് സംസ്കൃതം പഠിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഹർ സമുദായത്തിൽ ആദ്യമായാണ് ഒരു കുട്ടിക്ക് അതിന് കഴിഞ്ഞത്. ബോംബെയിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രശസ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന SK ബോൽ അധ്യക്ഷത വഹിച്ചു. ഗൗതമ ബുദ്ധന്റെ ജീവിതം എന്നൊരു പുസ്തകം അതിൻ്റെ രചയിതാവായ കെലുസ്കർ അംബേദ്കർക്ക് സമ്മാനിക്കുകയും ചെയ്തു. 17ാം വയസ്സിലാണ് അംബേദ്കർ മെട്രിക്കുലേഷൻ ജയിച്ചത്. ശൈശവ വിവാഹമായിരുന്നു അന്ന്. 9 വയസ്സുണ്ടായിരുന്ന രമാഭായിയെ അദ്ദേഹം വിവാഹം കഴിച്ചത്. എങ്കിലും പഠനം തടസ്സം കൂടാതെ നടന്നു. സാമ്പത്തികമായി വളരെ പ്രയാസം അനുഭവിച്ചു. കോളേജ് ഫീസ് അടയ്ക്കാൻ പോലും കഴിയാതെ വന്നു. ബറോഡ രാജാവായിരുന്ന ഗെയ്ക്വാദ് അധികൃത വിദ്യാർത്ഥിക്ക് ഉപരിപഠനത്തിന് സ്കോളർഷിപ്പ് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അംബേദ്കർക്ക് സ്കോളർഷിപ്പും ലഭിച്ചു. ആ സ്കോളർഷിപ്പിന്റെ സഹായത്തോടെ BA പരീക്ഷ പ്രശസ്തമായ വിധത്തിൽ അംബേദ്കർ വിജയിച്ചു. തുടർന്നും പഠിക്കണമെന്ന് അംബേദ്കർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തിക സ്ഥിതി അതിനനുവദിച്ചില്ല. എന്തെങ്കിലും ജോലി ചെയ്യാനും അച്ഛനെ സഹായിക്കുവാനും അംബേദ്കർ തീരുമാനിച്ചു. ബിരുദധാരിയായിരുന്നിട്ടും താഴ്ന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ആരും അംബേദ്കർക്ക് ജോലി നൽകിയില്ല. അംബേദ്കർ കൊട്ടാരത്തിൽ ചെന്ന് മഹാരാജാവിനോട് കാര്യമുണർത്തിച്ചു. അങ്ങനെ മഹാരാജാവ് സൈന്യത്തിൽ ലഫ്റ്റനന്റായി അംബേദ്കറെ നിയമിച്ചു. അതിനിടയിൽ അച്ഛൻ രോഗബാധിതനായി കിടപ്പിലായി. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ വിയോഗം അംബേദ്കറെ തളർത്തി. അങ്ങനെ കൊട്ടാരത്തിലെ ജോലി രാജിവെച്ചു. വളരെയധികം ദാരിദ്ര്യവും പ്രയാസവും അംബേദ്കറെ വേട്ടയാടി. ഈ കാലയളവിൽ സമർത്ഥരായ ഏതാനും വിദ്യാർത്ഥികളെ അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വിട്ടു പഠിപ്പിക്കാൻ ബറോഡ രാജാവ് തീരുമാനിച്ചു. ഭാഗ്യവശാൽ അക്കൂട്ടത്തിൽ അംബേദ്കറും തിരഞ്ഞെടുക്കപ്പെട്ടു. 1913 ജൂലൈയിൽ അംബേദ്കർ ന്യൂയോർക്കിലെത്തി. പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അമേരിക്കയിൽ ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. കഴിയുന്നത്ര പഠിക്കുക എന്നു മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1915 അമേരിക്കയിലെ പ്രശസ്തമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും പിന്നീട് ഗവേഷണ ബിരുദവും നേടി.
കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തെക്കുറിച്ചും നമ്മുടെ നികുതികളെല്ലാം കേന്ദ്രം പിരിച്ചു കൊണ്ടുപോവുകയും ചെലവിനായി അവരുടെ ഔദാര്യത്തിനായി കൈനീട്ടേണ്ടതുമായ അവസ്ഥയെക്കുറിച്ചായിരുന്നു അംബേദ്കർ കൊളംബിയയിൽ വെച്ച് എഴുതിയ തൻ്റെ ആദ്യത്തെ ഗവേഷണ പ്രബന്ധം. ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ സമഗ്രമായ പഠനമായിരുന്നു അത്. 1951 ഇന്ത്യയുടെ ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ രൂപവത്കരിച്ചപ്പോൾ അതിന് മൂലാധാരമായത് അംബേദ്കറിൻ്റെ ഈ പ്രബന്ധമായിരുന്നു. പ്രവിശ്യകളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്വയംഭരണമായിരുന്നു അംബേദ്കർ നിർദ്ദേശിച്ചത്. സ്വാതന്ത്ര്യം നേടുമ്പോൾ 562 നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായപ്പോൾ പലയിടത്തും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കടുത്ത സാമ്പത്തിക കുഴപ്പങ്ങളും രാജ്യത്തിനുണ്ടായി. പുതുപുത്തൻ രാഷ്ട്രീയ ആദർശങ്ങളും ഭരണ സിദ്ധാന്തങ്ങളുമനുസരിച്ച് ഐക്യഭാരതത്തിന് ഏറ്റവും അനുയോജ്യമായി ഭരണഘടന രൂപപ്പെടേണ്ടതാണ്. അങ്ങനെ അംബേദ്കർ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായി. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണത്തിനുള്ള ഡ്രാഫ്റ്റ് കമ്മിറ്റിയും തെരഞ്ഞെടുക്കപ്പെട്ടു. 141 ദിവസം കൊണ്ടാണ് ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറായത്. 1949 നടപ്പാക്കപ്പെട്ട നമ്മുടെ ഭരണഘടന ഇതിനിടെ 103 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികളും തരണം ചെയ്ത് പഠിച്ചുവന്ന അംബേദ്കർ ഇന്ത്യയിൽ കലാലയ വിദ്യാഭ്യാസം നേടുന്ന ആദ്യത്തെ അധസ്ഥിത വർഗക്കാരിൽ ഒരാളായിരുന്നു. ഉന്നത പഠനത്തിനായി അദ്ദേഹം ന്യൂയോർക്ക് കൊളംബിയ സർവകലാശാലയിലും പിന്നീട് ഇംഗ്ലണ്ടിലും പോയി. ഇവിടങ്ങളിൽ നിന്ന് അംബേദ്കർ നിയമബിരുദങ്ങളും രാഷ്ട്രതന്ത്രജ്ഞത, നിയമം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിലെ തൻ്റെ പഠനങ്ങൾക്ക് 1ൽ കൂടുതൽ ഡോക്ടറേറ്റുകളും നേടി. ഒരു പ്രശസ്ത പണ്ഡിതനായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ അംബേദ്കർ അല്പം നാൾ നിയമം പരിശീലിച്ചതിനു ശേഷം ഇന്ത്യയിലെ അധസ്ഥിതരുടെ സാമൂഹിക സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവയെ പ്രക്ഷോഭിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഗാന്ധിയും അംബേദ്കറും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നം എന്താണ്? ഹിന്ദുമതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയായ ജാതി വ്യവസ്ഥ ഒരു ദൈവിക വ്യവസ്ഥയാണെന്നും അതിനാൽ അത് സനാതനം അഥവാ മാറ്റമില്ലാത്തതാണെന്നും അത് മാറ്റാൻ പാടില്ല എന്നും ഗാന്ധി വിശ്വസിച്ചു. അയിത്തവും അനാചാരങ്ങളും ഇല്ലാതാക്കി ജാതി വ്യവസ്ഥ പരിഷ്കരിച്ചാൽ മാത്രം മതി എന്നായിരുന്നു ഗാന്ധിയുടെ നിലപാട്. എന്നാൽ ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞ അംബേദ്കർ ജാതി നശിപ്പിക്കണം എന്ന നിലപാടിൽ ഉറച്ചുനിന്നു. ജാതി വ്യവസ്ഥയെ ആദർശവൽക്കരിച്ച് നിലനിർത്തുന്ന ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ സംഹിതകളെയെല്ലാം അദ്ദേഹം നിഷ്കരണം കടന്നാക്രമിച്ചു. ജാതി വ്യവസ്ഥയുടെ ദൈവികതയെ നിഷേധിച്ച അദ്ദേഹം അത് സനാതനമല്ല എന്ന് പ്രഖ്യാപിച്ചു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന അടിസ്ഥാന മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അംബേദ്കർ വിഭാവനം ചെയ്തത്. ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് ഗാന്ധിജിക്കും മറ്റുമുള്ള മറുപടികളുടെ പുസ്തക രൂപമാണ് 1936 പ്രസിദ്ധീകൃതമായ ജാതി നിർമൂലനം എന്ന കൃതി. ജാതിയുടെ ആശയടിത്തറയെ വെല്ലുവിളിച്ച മറ്റൊരു കൃതിയാണ് ആരാണ് ശൂദ്രർ? ഡോക്ടർ ബി.ആർ. അംബേദ്കർ 1956 ഡിസംബർ 6 ഡൽഹിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. അംബേദ്കർ പ്രമേഹബാധിതനായിരുന്നു. ഉറക്കത്തിൽ അദ്ദേഹം അന്തരിച്ചതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ചരമദിനം മഹാപരിനിർവാൺ ദിൻ ആയി ആചരിക്കുന്നു.